2025 മകരം, കുംഭം, മീനമാസങ്ങളിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർ. ഇവിടെ നക്ഷത്രം അവിട്ടമാണ്. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ, ഇപ്പം ജാനുവരി 10-നാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളം കാലണ്ടർ എടുത്തിട്ട് ജാനുവരി 10-ൻ്റെ മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് മകരമാസത്തിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ വളരെ മോശമായിട്ട് കാണുന്നുണ്ട്. അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, ഇതിനെല്ലാം ജാനുവരി മാസം മോശമാണ്. ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാൻ ജാനുവരി മാസം. ഫെബ്രുവരി മാസം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മോശമായിട്ട് കാണുന്നുണ്ട്, ആരോഗ്യപരമായിട്ട് മോശമായിട്ട് കാണുന്നുണ്ട്. മാർച്ച് മാസം എല്ലാ കാര്യത്തിനും ഒരു അലസതയെല്ലാം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. ഏപ്രിൽ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണ്. മാതാവിന് നല്ലതായിട്ട് കാണുന്നു. മെയ് മാസം, മെയ് ജൂൺ മാസങ്ങൾ പൊതുവെ മോശം തന്നെ. സഹോദരാദികൾക്കെല്ലാം മോശമായിട്ട് കാണുന്ന, കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. ഒരുമാതിരി അലസതയെല്ലാം അനുഭവപ്പെടും. കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യം അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. മെയ് ജൂൺ മാസത്തിൻ്റെയാണ് പറയുന്നത്. മെയ് മാസത്തിലെ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസവും അല്ല. ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും. വിവാഹ കാര്യങ്ങൾക്ക് നല്ലതാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. ഒരു അലസത അനുഭവപ്പെടും. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം കുറച്ച് മോശമായിട്ട് തന്നെയാണ് കാണുന്നത്. ഓഗസ്റ്റ് മാസം കാര്യവിജയ, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. എന്താ ഓപ്പറേഷൻ ആവശ്യമുണ്ട്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. വേണ്ടാതെ ശത്രുതയെല്ലാം കീഴി വരും. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല. ദാമ്പത്യപരമായിട്ടും നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. വേണമെങ്കിൽ ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദൂരയാത്രകൾക്കെല്ലാം ചിലപ്പോൾ അവസരം കിട്ടും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ശത്രുതയെല്ലാം വേണ്ട പോലെ ഉണ്ടാകും. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഒക്ടോബർ മാസം ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. അച്ഛനും മക്കൾക്കും സഹോദരാദികൾക്കൊന്നും അത്ര നല്ല മാസമല്ല. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. ഒരു അലസതയും കാണുന്നുണ്ട്. നവംബർ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ശത്രുതയെല്ലാം കയറി വരും. കുടുംബപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല സമയമല്ല. ഡിസംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. കേസ് വഴക്കിലൊന്നും പോകരുത്. ശത്രുതയെല്ലാം കയറി വരും. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ്. സാമ്പത്തികപരമായിട്ട് പണം വരികയെങ്കിലും കുടുംബ ചെലവുകൾ ഏറിയിരിക്കും. ഇനി കുംഭമാസത്തിൽ ജനിച്ച
അവിട്ടം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് വ്യക്തിപരമായി കൊള്ളാം, ആരോഗ്യപരമായിട്ട് കൊള്ളാം. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് ജാനുവരി. ഇന്ത്യയാണ് പറയുന്നത്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് കുംഭമാസത്തിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് ജാനുവരി മാസം വ്യക്തിപരമായി കൊള്ളാം, ആരോഗ്യപരമായിട്ട് കൊള്ളാം. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണ്. മാതാവിനും മക്കൾക്കുമെല്ലാം സഹോദരങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നു. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. പക്ഷേ കുടുംബപരമായി അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ വ്യക്തിപരമായിട്ട് കൊള്ളാം, വസ്തുവാഹനങ്ങളെല്ലാം കൊള്ളാം, വാങ്ങാനും കൊള്ളാം, വീട് നിർമ്മാണത്തിന് കൊള്ളാം, മാതാവും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം കൊള്ളാം. ഏപ്രിൽ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. മാതാവിനും മക്കൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നു. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും പൊതുവെ മോശമല്ലാത്ത ഒരു മാസമാണ്. മെയ് മാസം പൊതുവെ കാര്യമായിട്ട് വലിയ ഗുണവും ദോഷവും ഇല്ലാത്തവരുമാരും വലിയ ഗുണമൊന്നും ഇല്ലാതായിട്ട് ഉള്ളൊരു മാസമാണ്. ജൂൺ മാസവും പൊതുവെ മനസമാധാനക്കുറവ് കുറച്ച് കാണുന്ന ഒരു മാസമാണ്. വലിയ ഗുണമൊന്നുമില്ല, പക്ഷേ മനസമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ജൂൺ മാസം. ജൂലൈ മാസവും വലിയ പ്രാധാന്യമൊന്നുമില്ല. വലിയ പ്രാധാന്യമൊന്നുമില്ലാതെ അങ്ങനെ ഒരുമാതിരി തള്ളി നീക്കുന്ന തരത്തിലുള്ള ഒരു മാസമാണ് ജൂലൈ മാസം. ഓഗസ്റ്റ് മാസമാകട്ടെ, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസമാധാനക്കുറവ്, വേണ്ടാതെ ശത്രുതകളെല്ലാം കയറി വരും. കേസ് വഴക്കിലൊന്നും പോകരുത്. അത് അനുകൂലമല്ല. ആരോഗ്യപരമായിട്ടും നല്ലതല്ല. എന്തെങ്കിലും മത്സരത്തിന്, ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. കാരണം അത്രയും തടസ്സങ്ങൾ, ശത്രുതയെല്ലാം ഉള്ളൊരു മാസമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ. നവംബർ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും മനസമാധാനക്കുറവ് കാണുന്നുണ്ട്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. കേസ് വഴക്കിനാൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. വേണ്ടാത്ത ശത്രുതകളെല്ലാം കയറി വന്നുകൊണ്ടി. ഡിസംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, കേസ് വഴക്കിലൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല. ശത്രുതയിൽ ഇടയ്ക്ക് കയറി വരുന്ന തരത്തിലുള്ളൊരു മാസം ആണ്. ഇനി മീനമാസം ജനിച്ച അവിട്ടം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ജോലിക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷനെല്ലാം കിട്ടാം. മക്കളുമായിട്ട് ബന്ധപ്പെട്ട, സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടാകാം. അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം. പണമെല്ലാം നഷ്ടപ്പെട്ടു പോകാം. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ കൊള്ളാം. മനസമാധാനമുള്ള ഒരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സഹോദരാദികൾക്ക് നല്ലതായിട്ട് കാണുന്നുണ്ടെങ്കിലും കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. ചിലപ്പം ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാം. പണം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. പക്ഷേ മാർച്ച് മാസത്തിൽ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. മാർച്ച് മാസം ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. ഏപ്രിൽ മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പുതിയ കർമ്മങ്ങളിൽ എടുക്കാൻ പറ്റിയ ഒരു മാസമാണ്. സഹോദരങ്ങൾക്കും മക്കൾക്കും എല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം കൊള്ളാം.
മെയ് മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല. ജൂൺ ജൂലൈ മാസങ്ങൾ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയ മാസമാണ്. മാതാവിനെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. ജൂലൈ മാസം കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ടെസ്റ്റ് ഇൻ്റർവ്യൂവിൽ പോകാൻ നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ജൂലൈ മാസം. ഓഗസ്റ്റ് മാസം വ്യക്തിപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു സമയമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. മാതാവിന് നല്ലതായിട്ട് കാണുന്നു. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ, ശത്രുതയെല്ലാം കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. മാതാവിന് നല്ലതായിട്ട് കാണുന്നു. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തുമെങ്കിലും കേസ് വഴക്കിലൊന്നും പോകരുത്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഒക്ടോബർ മാസം വ്യക്തിപരമായിട്ട് നല്ലതാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. കാര്യവിജയം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മാതാവിനും നല്ലതായിട്ട് കാണുന്നുണ്ട്. വീട് നിർമ്മാണത്തിനെല്ലാം നല്ലതാണെങ്കിൽ കേസ് വഴക്കിലൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. നവംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദൂരെ യാത്രകൾക്കെല്ലാം അവസരങ്ങൾ കിട്ടും. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ജോലി കിട്ടാം, പ്രൊമോഷനെല്ലാം കിട്ടാം. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. കേസ് വഴക്കിനെല്ലാം കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കേസ് വഴക്കിനൊന്നും അനുകൂലമായ സമയമല്ല. ഡിസംബർ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ല മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. മാതാവിനും സഹോദരാദികൾക്കും നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം നല്ലതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. അനാവശ്യ ശത്രുതകളെല്ലാം കയറി വരും. പിന്നെ കുടുംബ ചെലവുകൾ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്.